എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ കൊല്ലം നടന്ന ക്രിസ്മസ് പരീക്ഷയുടെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5, അതായത് 5 വൺ വേർഡുകളാണ് തന്നിരുന്നത്. അതിലേതെങ്കിലും 4 ആൻസർ ചെയ്താൽ മതിയാകും. ഫസ്റ്റ് വൺ, മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിൽ മാക്സിമം നമ്പേഴ്സ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിൻ്റെ നമ്പേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 50. Mr. Sajan, a partner in a firm, advanced 2 lakh to the firm as a loan. He will be entitled to receive interest on loan at dash if the partnership deed does not mention their interest rate. പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടില്ലെങ്കിൽ എത്ര രൂപയാണ് റിസീവ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഡീഡിൽ എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ച് പെർസെൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 6%. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ഇൻ എ ഫേം. ഒരു ന്യൂ പാർട്ണർ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് റിലേറ്റ് ചെയ്ത് നിൽക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഗെയിനിങ് റേഷ്യോ. രണ്ടാമത്തെ, എ ബി സി ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 2:3:1. ബി റിട്ടയേഴ്സ് ഫ്രം ദി ഫേം ആൻഡ് ദ പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് അബൌട്ട് ഹൗ എ ആൻഡ് സി അക്വയർഡ് ദ ഷെയർ ഓഫ് ബി. then they will share the profits of B in D. ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ന്യൂ റേഷ്യോ. അഞ്ചാമത്തെ, അനു, ബിനു ആൻഡ് സിനു ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി. ബിനു റിട്ടയേഴ്സ് ഫ്രം ദി ഫേം ഓൺ 31st March 2021. ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഹാസ് ബീൻ ബാലൻസ് 3 lakh ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ഹിസ് റിട്ടയർമെൻറ്റ്. ബട്ട് അനു ആൻഡ് സിനു ഡിസൈഡഡ് ടു പേ ഹിം 3,25,000 ആസ് ഹിസ് ഫൈനൽ സെറ്റിൽമെൻറ്റ്. 25,000 പെയ്ഡ് ടു ഹിം ഇൻ എക്സസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ ബാലൻസ് ഈസ്. എൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്, ഹിഡൻ ഗുഡ്വിൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 മാർക്കാണ് ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രിയയുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 80,000 ആണ്. പിന്നെ ഒരു ഓഗസ്റ്റ് ആയപ്പോൾ 20,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഇൻട്രസ്റ്റ് കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 80,000ൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അത് ഫുൾ ഇയറാണ്. കാരണം 1st ഏപ്രിലിലെ ബാലൻസ് തുടങ്ങി 31st മാർച്ച് വരെയുള്ള ഫുൾ ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ആദ്യം കണക്കാക്കേണ്ടത്. രണ്ടാമത് കണക്കാക്കേണ്ടത് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഈ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓഗസ്റ്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ളതിൻ്റെ ഇൻട്രസ്റ്റ് ഇതിൻ്റെ കണക്കാക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് മുതൽ മാർച്ച് എന്ന് പറയുമ്പോൾ 8 മാസമാണ് വരുന്നത്. ഓഗസ്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം മാസം കണക്കാക്കാൻ. അപ്പോൾ 8 മാസമാണ് അവിടെ വരുന്നത്. അപ്പോൾ 20,000 ഇൻറ്റു 8/12, ഈ 8 മന്ത്സിൻ്റെ 8/12 ഇൻറ്റു 9/100 ചെയ്യുമ്പോൾ 1,200. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുന്നതായിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗഫൂർ ആൻഡ് ഗണേഷ് ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റഡ് ജോർജ് ആസ് എ ന്യൂ പാർട്ണർ ഫോർ 1/6 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജോർജിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വില്ല്. ഗുഡ്വില്ലിൻ്റെ വാല്യൂ അഫക്റ്റ് ചെയ്യണ ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് ഏതാനാണ് പറയുന്നത്. ലൊക്കേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സിറ്റുവേഷൻ. അങ്ങനെ തുടങ്ങുന്നതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതിയാകും. 9ാമത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, മന്ത്ലി സാലറി തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്നത് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡ്രോയിങ്സ് എൻ്റർ ചെയ്യേണ്ട ആവശ്യകതയില്ല. അപ്പോൾ അത് ഓരോ മൈൻഡിൽ വെക്കുക. ബാക്കിയെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാം. ഫോർമാറ്റ് പ്രകാരം ഓരോ ഐറ്റംസ് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. സാലറി പെർ മന്ത് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 1000 × 12 ചെയ്യണം.
പിന്നെ ക്രെഡിറ്റ് സൈഡ് നെറ്റ് പ്രോഫിറ്റ് എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതണം. അത് കഴിഞ്ഞ് 2 സൈഡ് ടോട്ടൽ ചെയ്യാം, മൈനസ് ചെയ്യുമ്പോൾ 30,000 ലഭിക്കും. പിന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ആൻസറിലേക്ക് എഴുതുക. ഡേറ്റ് എഴുതണം, എമൗണ്ട് എഴുതണം, പിന്നത്തെ കോളത്തിൽ പീരീഡ് കൊടുക്കുക, പിന്നത്തെ കോളത്തിൽ പ്രൊഡക്റ്റ് കൊടുക്കുക. പീരീഡ് എന്ന് പറയുന്നത് കണക്കാക്കുന്നത് ആദ്യത്തെ ഡേറ്റ് 2022 ജൂൺ 1 ഇപ്പോൾ ജൂൺ 1 മുതൽ മാർച്ച് 31 വരെ എത്ര മാസമുണ്ട് അതാണ് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ എത്ര മാസമുണ്ടോ അതാണ് പീരീഡായിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ ജനുവരി 1 മുതൽ 31 മാർച്ച് വരെ എത്ര മാസമുണ്ടോ അതാണ് പീരീഡായിട്ട് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് പീരീഡ് കിട്ടുന്നത്. പിന്നെ എഴുതേണ്ട കോളം പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് ഇൻറ്റു പീരീഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കും. ഈ 12,000 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 72,000, 14,000 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 42,000 കിട്ടും. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു ഇൻട്രസ്റ്റ് ഇൻറ്റു ഇത് ഫോർമുലയിൽ ഉള്ളതാണ് 1/12. അപ്പോൾ നമുക്ക് ആൻസർ 2140 ലഭിക്കും. 11ാമത്തെ ക്വസ്റ്റ്യൻ സീന ആൻഡ് മീന ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 5:3. They decide to admit Nina into 1/5 share in profit, bring 40,000 and capital and 88,000 as per goodwill. The amount of goodwill is fully withdrawn by partners. Give necessary journal entries in the books of the firm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ക്യാപിറ്റലും ഗുഡ്വില്ലിൻ്റെയും ജേണൽ എൻട്രി എഴുതണം. എന്നിട്ട് ആ പ്രീമിയം ഷെയർ ചെയ്യണതും. ഇതിൽ നമ്മൾ ആദ്യം ക്യാഷും ഗുഡ്വില്ലിൻ്റെയും ജേണൽ എൻട്രി എഴുതണം, ക്യാപിറ്റലിൻ്റെയും ഗുഡ്വില്ലിൻ്റെയും. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലിപ്പോൾ ആദ്യം എഴുതേണ്ടത് ക്യാഷിൻ്റെയും ഗുഡ്വില്ലിൻ്റെയും ജേണൽ എൻട്രി പാസ് ചെയ്യണം. അതാണ് ഇപ്പോൾ 2 എഴുതിയേക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു നീനാസ് ക്യാപിറ്റൽ ടു പ്രീമിയം അക്കൗണ്ട് അപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പിന്നെ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 8,000 ഫുള്ളായിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യണതിൻ്റെ എൻട്രിയാണ് മൂന്നാമതായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ 2 ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെയും പ്രീമിയത്തിൻ്റെയാണ്. മൂന്നാമത് വന്നേക്കുന്നത് ഗുഡ്വില്ല് ഫുള്ളി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് എന്നുള്ളതിൻ്റെ ജേണൽ എൻട്രിയും കൂടിയാണ്. ഇങ്ങനെ 3 ജേണൽ എൻട്രി എഴുതാനാണ് അതിൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആര്യ ആൻഡ് സൂര്യ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 4:1. On 1st April 2023 they admit Maria as a new partner. On that date, there was a balance of 80,000 in general reserve and a debit balance of 40,000 in profit and loss account of the firm. Pass necessary journal entry regarding the adjustment of this item. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ജനറൽ റിസർവിൻ്റെയും ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നോക്കാം. എൻ്റെ ആൻസർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആര്യാസ് ക്യാപിറ്റൽ ടു സൂര്യാസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി ആര്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ സൂര്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗുഡ്വില്ലാണ്. ഗുഡ്വില്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റും കണ്ടുപിടിക്കണം, നോർമൽ പ്രോഫിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, അതിനുശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ലഭിച്ചു. അതിൽ നിന്ന് നമ്മൾ ഗുഡ്വില്ല് കണ്ടുപിടിക്കുക. ഈക്വേഷൻസ് പഠിച്ചു വയ്ക്കുക, എന്നാലും അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15ാമത്തെ ക്വസ്റ്റ്യൻ റിട്ടയർമെൻറ്റ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ്. സോജ, റോജ, റീജ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. റോജ റിട്ടയേഴ്സ് ഫ്രം ദി ഫേം. ഓൺ ഹെർ റിട്ടയർമെൻറ്റിലുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട് താഴെ. എന്നിട്ട് അതിനുശേഷം റോജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബാലൻസ് തന്നിട്ടുണ്ട് റോജയുടെ
75,000 ആണെന്ന് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. അപ്പോൾ 75,000-ൻ്റെ 10% കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. റോജാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വരച്ചിട്ട് ബാലൻസ് ബ്രോ ഡൗൺ 75,000 ക്യാപിറ്റൽ ബാലൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 75,000-ൻ്റെ 10% കണ്ടെഴുതാം. അതിനുശേഷം ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ജനറൽ റിസർവ് ഇവിടെ നേരിട്ട് നിങ്ങൾ 15,000 രൂപ എഴുതാൻ പാടില്ല. കാരണം ടോട്ടലുള്ള ജനറൽ റിസർവാണ് 15,000. നമുക്ക് റോജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ 1:1:1 എന്ന് പറയുമ്പോൾ റോജയുടെ ഷെയർ 1/3 ആണ്. അപ്പോൾ 15,000 × 1/3 എന്ന് പറയുമ്പോൾ 5,000 ലഭിക്കും. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രോഫിറ്റാണ് റിവാലുവേഷന്. അപ്പോൾ അത് നമ്മൾ എഴുതി ക്രെഡിറ്റ് സൈഡിൽ. പിന്നെ തന്നേക്കുന്നത് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ട് സൈഡ് ടോട്ടൽ ചെയ്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ 90,000 ബാലൻസ് ക്യാരി ഡൗൺ ലഭിക്കും. ലാസ്റ്റത്തെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം റിവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിരുന്നു. ഇത് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ റിട്ടയർമെൻറ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഒരു എസ്സേ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് ഇത് പഠിക്കേണ്ടതാണ്. പിന്നെ ഇനി നോക്കാനുള്ളത് പാർട്ട് ബി ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കീബോർഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, ഹാർഡ്വെയർ. 19 $B ഈസ് എ ഡാഷ് സെൽ റെഫറൻസ്. ഏതൊരു സെൽ റെഫറൻസാ? അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. 20ാമത്തെ ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റീപേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺ എമൗണ്ട് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, PMT. 21 സാലറി അക്കൗണ്ട് കംസ് അണ്ടർ ഡാഷ് ഗ്രൂപ്പ് ഇൻ GNU കാട്ട സോഫ്റ്റ്വെയർ. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. 22 റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. സമ്മിഫിൻ്റെയും ആൻഡിൻ്റെയും സിൻടാക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സമ്മിഫിൻ്റെ സിൻടാക്സും ആൻഡിൻ്റെ സിൻടാക്സും ഇവിടെ നൽകിയിരിക്കുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ബാർ ചാർട്ട്. പിന്നെ 24 ലിസ്റ്റ് ഔട്ട് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്. 25 വാട്ട് ആർ ദ സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട്സ് ഇൻ GNU കാട്ട സോഫ്റ്റ്വെയർ. പിന്നെ 26 ഫംഗ്ഷൻ കീസ് ഏതൊക്കെയാണെന്നുള്ളത്. പർച്ചേസിൻ്റെ F7, പേയ്മെൻറ്റിൻ്റെ F5. 3 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എഴുതാൻ പറഞ്ഞായിരുന്നു. പിന്നെ നെയിം ദ ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. അതിൻ്റെ ആൻസർ ഇവിടെ നൽകിയിരിക്കുന്നത് വാല്യൂസ്, ലേബൽ, ഫോർം. 29 എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക് ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വിത്ത് സിൻടാക്സ്. SLN മെത്തേഡും DB മെത്തേഡും ആണ്. അതിൻ്റെ സിൻടാക്സും എഴുതേണ്ടതാണ്. 30ാമത്തെ ആൻസർ ഇവിടെ നൽകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് ടൈമിലെ ഫുൾ പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ഭാഗങ്ങളും നന്നായി പഠിച്ചു വയ്ക്കുക. ഈ ഒരു മോഡൽ തന്നെയായിരിക്കണം ഈ പ്രാവശ്യവും എക്സാമിന് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.